പണ്ടൊക്കെ പെണ്ണ് കാണാൻ പോകുമ്പോൾ വീട്ടിലെ ഉമ്മയുടെ സഹോദരനോ ആരെങ്കിലും വിളിച്ചോണ്ടോ മാമാമാരോ അങ്ങനെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും വിളിച്ചോണ്ടാ പണ്ടുള്ള ആൾക്കാരൊക്കെ പെണ്ണ് കാണാൻ പോയേ. ഇന്ന് കുടുംബത്തിൽ നിന്ന് ഒന്നിനും കൊണ്ടുപോകില്ല. ഇന്നത്തെ ചെറുപ്പക്കാർ പെണ്ണ് കാണാൻ പോകുമ്പോൾ 2 മലക്കുകളെ കൊണ്ടുപോകും, 2 കൂട്ടുകാരെ. അളിയാ നാളെ വൈകിട്ട് ഒരു പെണ്ണ് കാണലുണ്ട്, ഓക്കെ. പടച്ചവനെ വൈകുന്നേരം സമയമാകുമ്പോൾ ഒരുങ്ങി നിൽക്കുക. ഇതിലെ പുതിയാപ്പളെ ആരാന്നറിയത്തില്ല. കാരണം പെണ്ണ് കെട്ടി 2 മക്കളുള്ളവൻ്റെ ഒരുക്കം കണ്ട അള്ളാഹുവെ വല്ല ദുൽഖറിനെ പോലെയുള്ള അത്രയും ഷേവൊക്കെ ചെയ്ത് ഇന്നൊക്കെ ചെയ്ത് ഗെറ്റപ്പായിട്ട് നിൽക്കുക. അങ്ങനെ വാഹനത്തിൽ കയറിയിട്ട് പെണ്ണിൻ്റെ വീട്ടിൽ പോയി. പെണ്ണിൻ്റെ വാ മക്കളെ വാടാ എല്ലാത്തിനെയും വിളിച്ച് വീടിൻ്റെ അകത്ത് കയറ്റി. പുതിയാപ്പള ഇതായില്ലേ, മോളെ വിളിച്ചു വെള്ളം കൊണ്ടുവരാൻ. മോള് ചായ ആയിട്ട് ഇങ്ങനെ വരിക. കൊണ്ടുവന്ന് പുതിയാപ്പള്ളയുടെ മുന്നിൽ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ ഓനിങ്ങനെ വന്ന് നോക്കും. പെണ്ണ് കാണലുണ്ടല്ലോ. അപ്പോൾ ഓനിങ്ങനെ ഈ പെണ്ണിനെ നോക്കും. ഇങ്ങനെ നോക്കിയിട്ട് വലതു ഭാഗത്തേക്കും ഇടതു ഭാഗത്തേക്കും നോക്കുക. 2 മലക്കളുണ്ടല്ലോ. ഇവർ 2 പേരെ ഇങ്ങനെ നോക്കിയിട്ട് കണ്ണുകൊണ്ട് ചോദിക്കും, എങ്ങനെ ഉണ്ടല്ലിയാ കൊള്ളാവോന്ന്. അപ്പോൾ ഈ കൊണ്ടുപോയിരിക്കണ 2 പേര് ഈ MRI സ്കാനിങ് എടുക്കണ പോലെ ഈ പെണ്ണിന് ഒരു നോട്ടം തല മുതൽ കാല് വരെ ഒറ്റ സ്കാനിങ്ങാണ്. 1.5 നോട്ടം നോക്കും. ഇങ്ങനെ നോട്ടിയിട്ട് ഇവന്മാർ 2 പേരും അങ്ങോട്ട് മുഖത്ത് നോക്കിയിട്ട് ഇവനോട് പറയും, കെട്ടിക്കോളിയാ കൊള്ളാം കെട്ടിക്കോളാൻ പൊട്ടൻ. അല്ലാഹു ആലോചിക്കേ, ഇന്നത്തെ പെണ്ണ് കാണലതാ. എടാ കെട്ടുന്നവൻ ഇഷ്ടപ്പെട്ടോ ഇല്ലതാ, കണ്ടവൻ പറയണം കൊള്ളാന്ന്. അങ്ങനെ കിട്ടുക ഇന്നത്തെ കല്യാണം. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങൾ മക്കളെ വളർത്തുമ്പോൾ വളരെ സൂക്ഷ്മത പുലർത്തണം. 3 സമയങ്ങളിൽ മാതാപിതാക്കളുടെ ബെഡ്റൂമിൻ്റെ അകത്ത് മക്കൾ കയറണമെങ്കിൽ അനുവാദം ചോദിക്കാതെ കയറാൻ പാടില്ലെന്ന് അള്ളാഹിൻ്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, 3 സമയങ്ങളിൽ മാതാപിതാക്കളുടെ ബെഡ്റൂമിൽ കയറണമെങ്കിൽ മക്കൾ അനുവാദം ചോദിക്കണം. ഏതു മക്കൾ? 25, 20, 18, 15, 10 വയസ്സുള്ള മക്കളല്ല, പ്രായപൂർത്തിയാകാത്ത മക്കൾ. 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. അപ്പം 7 വയസ്സിന് താഴെ പ്രായമുള്ള ആൺമക്കളും പെൺമക്കളും 3 സമയങ്ങളിൽ മാതാപിതാക്കളുടെ ബെഡ്റൂമിൽ കയറണമെങ്കിൽ വാതിലിൽ തട്ടിയിട്ട് അനുവാദം ചോദിച്ചിട്ടേ കയറാൻ പാടുള്ളൂ എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എടാ പ്രായപൂർത്തിയാകാത്ത 7 വയസ്സിന് താഴെ പ്രായമുള്ള മക്കള് വാപ്പാന്റെ ഉമ്മാന്റെയും ബെഡ്റൂമിന്റെ വാതിലിൽ തട്ടിക്കിട്ടേ കയറാൻ പാടുള്ളൂ. ആ 3 സമയങ്ങൾ: 1 വെളുപ്പാങ്കാലം, ഖുർആൻ പറയുന്നു സുബഹിക്ക് മുമ്പുള്ള സമയം, ആ വെളുപ്പാങ്കാല സമയം. 2 ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് നട്ടുച്ച സമയം, ഭക്ഷണമെല്ലാം കഴിച്ച് നമ്മൾ റൂമിൽ കയറി കിടക്കുന്ന സമയം. 3 രാത്രിയിൽ. ഈ 3 സമയങ്ങളിൽ അനുവാദം ചോദിക്കാതെ ബെഡ്റൂമിന്റെ അകത്ത് മക്കൾ കയറാൻ പാടില്ല. അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. എന്തുകൊണ്ട് നിങ്ങൾ ആലോചിക്കുക സഹോദര. വെളുപ്പാങ്കാലത്ത് നല്ല ഉറക്കമാ, ഏറ്റവും കൂടുതൽ ഉറങ്ങാൻ സുഖമുള്ള സമയം. ആ സുബഹിന്റെ ബാങ്ക് വിളിക്കണം 4 മണി 5 മണി സമയം, വല്ലാത്ത ഉറക്കം, ബോധമില്ലാതെ ഉറങ്ങുന്ന സമയം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ആണുങ്ങളൊക്കെ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഒരു കൈലി ഉടുക്കും. നമ്മളൊക്കെ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു ലുങ്കി ഉടുക്കും, ഉടുത്തിട്ട് നല്ലപോലെ കിടന്നുറങ്ങും. രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ആദ്യം തിരയണതല്ല, ഞാനൊരു കൈലി ഉടുത്തിട്ടുണ്ടായിരുന്നു പടച്ചോനെ എവിടെയെന്നാ അല്ലേ. നമ്മൾ രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റുള്ള കട്ടിൽ മുഴുവനും തിരയ, എൻ്റെ മുണ്ടവിടെ, അള്ളതോ കിടക്കണ താഴെ, പടച്ചനെ ഇവിടെ കിടക്ക, അല്ല എടുത്തിടാ. താത്താമാരിടുന്ന മാക്സിയുടെ കഥ ഞാൻ പറയണില്ല, നിങ്ങൾ ആലോചിക്ക്. എടാ 7 വയസ്സിന് താഴെ പ്രായമുള്ള മക്കൾ വെളുപ്പാങ്കാലത്ത് 4 മണിക്ക് ഉമ്മാടെയും ബാപ്പാടെയും ബെഡ്റൂമിലെങ്ങാനും ചോദിക്കാതെ കയറി വന്നാൽ കോവളം ബീച്ച് ഓർമ്മ വരും. അതുപോലെ കിടക്ക, ആലോചിക്ക്. അതുകൊണ്ടാ ഖുർആൻ. നിങ്ങൾ ആലോചിക്ക്. നിങ്ങൾ ചിരിക്കാൻ പറഞ്ഞതല്ല, നിങ്ങൾ ആലോചിക്ക്. സ്വന്തം ഉമ്മാടെ ഔറത്ത് കണ്ട ഏതെങ്കിലും ഒരു മകൻ എന്തെങ്കിലും തോന്നുമോപ്പാ? സ്വന്തം ഉമ്മാടെ ഔറത്ത് കണ്ട ഏതെങ്കിലും ഒരു മകൻ എന്തെങ്കിലും തോന്നുമോ? നിങ്ങൾ ഇങ്ങോട്ട് നോക്ക്. 7 വയസ്സല്ല 70 വയസ്സുള്ളവന് തോന്നുമോ? എടാ 10-60 വയസ്സുള്ള ഒരാൾക്ക് സ്വന്തം ഉമ്മാടെ ഔറത്ത് കണ്ട എന്തെങ്കിലും തോന്നുമോ? ഏതെങ്കിലും ഒരു 35 വയസ്സുള്ള പെണ്ണിന് സ്വന്തം വാപ്പാടെ ഔറത്ത് കണ്ട എന്തെങ്കിലും തോന്നുമോ? ഒന്നും തോന്നില്ല. എന്നിട്ട് അള്ള പറഞ്ഞത് കാണണ്ടെന്നാ. സ്വന്തം മക്കളുടെ, സ്വന്തം മാതാപിതാക്കളുടെ ഔറത്താണെങ്കിലും മക്കൾ കാണണ്ട. ഇന്ന് പെണ്ണ് പാല് കൊടുക്കുന്നത് മൂത്തവൻ്റെ മുമ്പിൽ വെച്ച് ഇളയവർ പാല് കൊടുക്കും. ഇങ്ങനെയാ. വീട്ടിൽ ആരുമില്ല, ഉമ്മായും കുഞ്ഞും മാത്രമേ ഉള്ളൂ. വീടിൻ്റെ കുറ്റി ഇട്ടിട്ട് ബാത്റൂം തുറന്ന് പാട്ടും പാടിയിട്ട് ഉമ്മ അകത്ത് കയറി തുണിയില്ലാതെ കുളിക്കുന്നു. മക്കൾ കണ്ടുകൊണ്ട് ലൈവായിട്ട് അടക്കാം. അടുത്തൊരു സഹോദരൻ്റെ ഒരു പെണ്ണ് കുഞ്ഞുങ്ങളിപ്പോൾ മൊബൈൽ എടുത്ത് ആദ്യം വീഡിയോ ഓണാക്കണേ.
ഉമ്മ ഇങ്ങനെ മൊബൈൽ തപ്പുമ്പോൾ ഉമ്മ ബാത്റൂമിൽ നിന്ന് കുളിക്കണ വീഡിയോ വരെ കുഞ്ഞെടുത്ത് വെച്ചിരിക്കുക. കാലെവിടെ പോയി നിൽക്കണം സഹോദരങ്ങളെ? എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്വന്തം ഉമ്മയുടെ ഔറത്ത് പോലും മക്കൾ കാണാൻ പാടില്ല എന്ന് അള്ളാന്റെ ഖുർആൻ. അത്രയും സൂക്ഷ്മത പുലർത്തണം. മാതാപിതാക്കളുടെ ഔറത്താണെങ്കിൽ പോലും മക്കള് കാണാൻ പാടില്ല. നിങ്ങൾ അത്രയും സൂക്ഷ്മത പുലർത്തണമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോൾ ഇന്ന് ഇംഗ്ലീഷ് പടം കാണുന്നത് ഒരുമിച്ചിരുന്ന കുടുംബസമേത ആരേക്ക്? എടാ, ഇന്ന് ഏത് സിനിമ എടുത്താലും സെക്സാ. അതാണല്ലോ പടച്ചോനെ. വാപ്പായും ഉമ്മായും മക്കളും കൂടെ ഇരുന്നുകൊണ്ട് കാണുക, അരപ്പാവാടയിട്ട് ആടുന്ന പെണ്ണിൻ്റെ ആട്ടം കുടുംബസമേതം ഇരുന്ന് കാണാൻ. നിങ്ങൾ ആലോചിക്കേ, ഇതാ കുടുംബം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇങ്ങനെ വേണം, ഇങ്ങനെ വേണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, വാപ്പാൻ്റെ ഉമ്മാൻ്റെയും ബെഡ്റൂമിൻ്റെ വാതിലി തട്ടിക്കിട്ടേ കയറാൻ പാടുള്ളൂ. ആ 3 സമയങ്ങൾ, ഒന്ന് വെളുപ്പാങ്കാലം, ഖുർആൻ പറയുന്നു സുബഹിക്ക് മുമ്പുള്ള സമയം, ആ വെളുപ്പാങ്കാല സമയം. 2 ഉച്ചയ്ക്ക് ഭക്ഷണം കടിച്ചിട്ട് നട്ടുച്ച സമയം, ഭക്ഷണമെല്ലാം കടിച്ച് നമ്മൾ റൂമിൽ കയറി കിടക്കുന്ന സമയം. 3 രാത്രിയിൽ. ഈ 3 സമയങ്ങളിൽ അനുവാദം ചോദിക്കാതെ ബെഡ്റൂമിൻ്റെ അകത്ത് മക്കൾ കയറാൻ പാടില്ല. അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിക്ക്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ നിങ്ങളുടെ മക്കളെ വളർത്തുമ്പോൾ വളരെ സൂക്ഷ്മത പുലർത്ത്. ആ മക്കളെ വളർത്തേണ്ട രീതിയിൽ അദബും മര്യാദയും എങ്ങനെ വളർത്തണം, അതിന് നീ സിനിമയും സീരിയലൊന്നും കാണണ്ട. നമ്മുടെയൊക്കെ നേതാവ് മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഉമ്മയില്ലാത്ത ഫാത്തിമ എന്ന് പറയുന്ന ഒരു മകളെ വളർത്തി കാണിച്ചു തന്നിട്ടുണ്ട്. പോയി കണ്ടുപടി. ഫാത്തിമ എന്ന് പറയുന്ന തൻ്റെ പൊന്നാര മകളെ മുത്തി നബിയല്ലേ വളർത്തിയത്. ആ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകളെ എങ്ങനെ വളർത്തണമെന്ന് സ്വന്തം ജീവിതത്തിലൂടെ വളർത്തി കാണിച്ചു തന്നിട്ടുണ്ട് ലോകത്തിൻ്റെ നേതാവ്. ആ വളർത്തി കാണിച്ചത് എങ്ങനെയാണെന്ന് ചരിത്രം വായിച്ചു പഠിക്ക്. എന്നിട്ട് മക്കളെ വളർത്ത്. അങ്ങനെ വളർത്തിയാൽ നിനക്ക് അള്ളാഹു സ്വർഗം തരൂ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അങ്ങനെ വളർത്തിയാ നിന്റെ മക്കൾ ഒരുത്തൻ്റെ കൂടെയും പോകില്ല. നീ പറയുന്നതിനപ്പുറം അനങ്ങൂല. നിന്നെ പൊന്നുപോലെ നോക്കുന്ന മക്കൾ അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കി തരുമാറാകട്ടെ, സാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി അള്ളാഹു നമ്മുടെ മക്കളെ അള്ളാഹു ആക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മക്കളെ വളർത്തേണ്ട രീതിയിൽ നിങ്ങൾ വളർത്ത്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അപ്പോൾ പെൺമക്കൾ ഇങ്ങനെ വളർന്നു. 10-18 വയസ്സായി മക്കളിങ്ങനെ വളർന്നു. അൽഹംദുലില്ലാ. പ്രായപൂർത്തിയായ വിവാഹം കഴിച്ചു കൊടുക്കണം. ആർക്ക്? ഏതെങ്കിലും ഒരു പൊട്ടൻ്റെ കൈ പിടിച്ചു കൊടുത്താൽ സ്വർഗം കിട്ടുമോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, പെൺമക്കൾ അവർക്ക് വിവാഹപ്രായമെത്തിയാൽ ആർക്ക് കൊടുക്കണം വിവാഹം കഴിച്ച്? എന്ത് പരിഗണനയാണ് നിങ്ങൾ നൽകേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരുടെയെങ്കിലും കയ്യിൽ പിടിച്ചു കൊടുത്താൽ പോരാ. ദീനെങ്ങനെ ആരെങ്കിലും നിർബന്ധിച്ച് പെണ്ണിന് അനുവാദമില്ലാതെ കെട്ടിച്ചു കൊടുക്കാനല്ല. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീൻ പറഞ്ഞു, നീ നിന്റെ മകളെ കെട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് നീ 4 കാര്യങ്ങൾ പരിഗണിക്ക്. ആ പെണ്ണിന് കെട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് ആ പയ്യന് സമ്പത്തുണ്ടോ എന്ന് നീ നോക്കണം, അവന് സൗന്ദര്യമുണ്ടോ എന്ന് നോക്കണം, കുടുംബ മഹിമ നോക്കണം, ദീൻ നോക്കണം. 4 കാര്യം നീ പരിഗണിക്കണം. മഹാനായി നബിയിന റസൂലുള്ളാഹി ഏതെങ്കിലും ഒരുത്തൻ്റെ കയ്യിൽ പിടിച്ചു കൊടുക്കലല്ല. നിന്റെ മകളെ കെട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് പുതിയാപ്പിളയുടെ യോഗ്യത, അവന് സമ്പത്തുണ്ടോ നോക്ക്, അവന് സൗന്ദര്യമുണ്ടോ എന്ന് നോക്ക്, അവന് കുടുംബ മഹിമയുണ്ടോ എന്ന് നോക്ക്, അവന് ദീനുണ്ടോ എന്ന് നോക്ക്. എന്നിട്ട് മുത്തുനബി പറഞ്ഞു, 4 എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ പരിഗണന നീ ദീനിന് കൊടുക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദ്യം പരിഗണന കൊടുക്കേണ്ടത് ദീനിനാ. ഇന്ന് അതിനാരും പരിഗണന കൊടുക്കാറില്ല. ഇന്നാരും അള്ളാഹുബെ പടച്ചവനെ പെണ്ണ് കെട്ടുമ്പോൾ എത്ര ഏക്കറുണ്ടെന്നാണ് നോക്കണേ. എറണാകുളം ടൗണിൽ വൈറ്റിലയിൽ വല്ല സൂപ്പർ മാർക്കറ്റും ഉണ്ടോ? ഒക്കെ ഒന്ന് കെട്ടിച്ചതാണെങ്കിലും ഒന്ന് പോയതാണെങ്കിലും കുഴപ്പമില്ല, കള്ളുകുടിയനാണെങ്കിലും കുഴപ്പമില്ല. ആണായാലും പെണ്ണായാലും ഇങ്ങനെ. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുന്നു, മക്കളെ, സഹോദരിമാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പണം നോക്കിയിട്ടൊരിക്കലും വിവാഹം കഴിക്കരുത്. പണം നോക്കിയിട്ടൊരിക്കലും വിവാഹം കഴിക്കരുത്. പണം നോക്കി വിവാഹം കഴിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് ദാരിദ്ര്യം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പണം നോക്കിയിട്ട് പെണ്ണ് കെട്ടിയ ദാരിദ്ര്യമുണ്ടാകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പറല്ല, കാത്തുരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ സൗന്ദര്യം നോക്കണം. സൗന്ദര്യം, നിങ്ങൾ സൗന്ദര്യത്തിനേക്കാൾ പരിഗണന ദീനിന് കൊടുക്കണേ എന്ന് മുത്തുനബി എവിടെ നിന്ന് പറയുമ്പോൾ, ഇന്നെല്ലാം സൗന്ദര്യം ഉള്ളതിനെ മാത്രമേ കെട്ടത്തുള്ളൂ. സൗന്ദര്യം ഇല്ലാത്തതിനൊന്നും ആർക്കും വേണ്ടെന്ന്. എല്ലാവർക്കും ഐശ്വര്യറായേക്കാളും വലിയ സാനിയ മിർസയുടെ സൗന്ദര്യം വേണം എല്ലാത്തിനും. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും മുടിയൊക്കെ മുകളിലോട്ട് ഇങ്ങനെ ഉണ്ടാകണം. പടച്ചോനെ പറവയെ പോലെ ഇട്ടേക്കുന്ന ആൺകുട്ടികളെ മതി എന്ന് പെണ്ണുങ്ങൾക്ക്.
പാൻറ് കീറി പറഞ്ഞവനെ മതി, നേരെ ചൊവ്വയിട്ട് നടക്കുന്നതിനൊന്നും വേണ്ട. പടച്ചവൻ അങ്ങനെയുള്ളതിന് മാത്രം ഇന്ന് മതി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളുടെ സൗന്ദര്യം ഇന്നത്തെ നിങ്ങൾ ആലോചിക്ക്. ഞാൻ ഒരു കാര്യം പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ദീനില്ലാത്ത സൗന്ദര്യമുള്ളവരെ നിങ്ങൾ വിവാഹം കഴിക്കരുത്. കാരണം ആണാണെങ്കിലും പെണ്ണാണെങ്കിലും സൗന്ദര്യം അവരെ നശിപ്പിച്ചു കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സൗന്ദര്യം പെണ്ണിനെ നശിപ്പിച്ച് കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 3 കുടുംബ മഹിമ. ദീനൊന്നും വേണ്ട, പുളിങ്കൊമ്പ് മാത്രം മതി. അതന്നെ കെട്ടിയ യൂസുഫ് അലിയുടെ മോളെ തന്നെ കെട്ടണം. അതാ കട. എങ്ങനെ ചിന്തിക്കുന്നവരുണ്ടല്ലോ, വലിയ വലിയ സമ്പന്നന്മാർ. ഇന്നത്തെ പുതിയ ട്രെൻഡ് ചെറുപ്പക്കാർക്ക് ശരീരം അനങ്ങാതെ മരിക്കണ വരെ ജീവിക്കണം. ജോലിയൊന്നും ചെയ്യാൻ വയ്യ, മരിക്കുന്ന കാലം വരെ സന്തോഷത്തോടെ ജീവിക്കണം. അപ്പം എന്താ വഴി? അതിനാകെ വഴി ഏതെങ്കിലും പണക്കാരുടെ മോളെ വളയ്ക്കുക. അത് തന്നെ ഇപ്പം നടന്നുകൊണ്ടിരിക്കണം. അത് തന്നെ അതിനെ വല്ല പൾസറും വാടകയ്ക്ക് എടുത്തിട്ട് ഇങ്ങനെ നടക്കുക. എടാ, കുടുംബ മഹിമ മാത്രം നോക്കരുത്. ദീനില്ലാത്ത വീട്ടിൽ കയറിയിട്ട് പെണ്ണ് കെട്ടരുത്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിനക്ക് ആ വീടിൻ്റെ അകത്ത് ഒരു വിലയുണ്ടാകില്ല. അമ്മായിയപ്പനോട് ചോദിക്കും, മരുമോൻ എങ്ങനെയുണ്ട്? ഓ, അതൊരു കണക്കട, ഇത്ര തന്നെ, നിനക്ക് ഈ വില ഉണ്ടാകത്തുള്ളൂ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പക്ഷെ എന്തിന് പരിഗണന കൊടുക്കണം? ദീനിന് പരിഗണന കൊടുക്ക്. സൗന്ദര്യമില്ലെങ്കിലും പണമില്ലെങ്കിലും കുടുംബ മഹിമയില്ലെങ്കിലും ഹൃദയത്തിൽ അല്ലാഹ് ഉണ്ടടാ, അത് മതി. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, മാതാപിതാക്കൾ ആദ്യം നന്നാകൂ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരോട് പറയുകയാണ്, പെൺമക്കളെ വളർത്തേണ്ടത് ആൺമക്കളെ വളർത്തുന്നത് പോലെയല്ല. അവരെ പ്രത്യേകമായിട്ട് നിങ്ങളൊന്ന് പരിഗണിക്കണു. അവർക്ക് അല്ലാഹ് ആരാണെന്ന് പറഞ്ഞു കൊടുക്കൂ. അത് പള്ളിയിലെ ഖതീബിൻ്റെ ജോലിയല്ല, മദ്രസയിലെ ഉസ്താദന്മാരുടെ പണിയല്ല. ആദ്യം പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത നിനക്കാണ്. അല്ലാഹ് ആരാണ്? മുത്തുനബി ആരാണ്? പരിശുദ്ധമായ ദീനെന്താണ്? പടച്ചവനെ, നിന്റെ മക്കൾക്ക് ഇങ്ങനെ ഓരോന്നായി പഠിപ്പിച്ചു കൊടുക്കൂ. ലജ്ജ എന്താണെന്ന് പറഞ്ഞു കൊടുക്കും. മുസ്ലിമേ, എൻ്റെ പ്രിയപ്പെട്ട പെങ്ങള്, നിന്റെ പൊന്നാര മകൾക്ക് ലജ്ജ എന്താണെന്ന് പറഞ്ഞു കൊടുക്കൂ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ പെൺകുട്ടികളുടെ വസ്ത്രധാരണ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇന്നത്തെ പെൺമക്കളുടെ നടത്തം കണ്ടിട്ടുണ്ടോ? അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ സ്വഭാവങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. എൻ്റെ പ്രിയമുള്ളവരെ, സങ്കടം തോന്നുകയാണ്. വാപ്പാ, മക്കള് ചോദിക്കുമ്പോ തന്റെ പൊന്നാര മകള് തലമറയ്ക്കാതെ നടക്കുന്നുണ്ട്. തിരുത്തി കൊടുക്കാൻ നിനക്ക് കഴിയുന്നില്ല. പൊന്നാര മക്കൾ ഇറങ്ങിയ വസ്ത്രം ധരിച്ചു, ശരീരത്തിന്റെ ഭാഗങ്ങൾ പുറത്ത് കാണിച്ചു കൊണ്ട് നടക്കുന്നുണ്ട്. തിരുത്താൻ നിനക്ക് സമയമില്ല. എങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലെ ഏറ്റവും വൃത്തികെട്ടവര്, ഏറ്റവും നശിച്ചവര് 3 വിഭാഗമാണ്. അല്ലാഹു അവരോട് കരുണ കാണിക്കില്ല, അവരുടെ മുഖത്ത് നോക്കാറില്ല, അവരോട് സംസാരിക്കില്ല, അവരോട് ഒരു പരിഗണനയും അല്ലാഹു കാണിക്കില്ല. മുത്തുനബി എവിടെന്ന് പറയുമ്പോ സ്വഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ആരാണ് നബിയേ, ആരാണ് നബിയേ? 3 വിഭാഗത്തിൽ ഒന്നാമത്തെ വിഭാഗമാരെന്നറിയുമോ? തന്റെ ഭാര്യയും തന്റെ പെൺമക്കളും അതാ തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് ആ തെറ്റിനെ നിസാരമായി തള്ളിക്കളയുന്ന വാപ്പാ, നിന്നെ അല്ലാഹു വെറുതെ വിടത്തില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നീ വിചാരിച്ചോ ഒറ്റയ്ക്ക് അങ്ങ് പോകാന്ന്? ഇത്തഖുല്ലാഹ ഫിൻ നിസാ, റസൂലുള്ളാഹി തങ്ങൾ അവിടെന്ന് പറഞ്ഞു, പെണ്ണുങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ സൂക്ഷിക്കണം അല്ലാഹുവിനെ. അല്ലാഹു നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്ത. നാളെ നീ നിസ്കരിച്ചതിനെ കുറിച്ച് മാത്രമല്ല, നിന്റെ ഭാര്യയെയും മക്കളെയും കുറിച്ച് നാളെ അല്ലാഹു നിന്നോട് വിചാരണ ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, പള്ളിയിലെ പ്രസിഡന്റാ, സെക്രട്ടറിയാ, ഹജ്ജിന് പോയ ഹാജിയാരാ, നിസ്കാര തഴമ്പുണ്ട്, താടിക്കും മുട്ടുവരെ നീളമുണ്ട്, ജുബ്ബയും ഒക്കെ ഇട്ടുകൊണ്ട് നടക്കണം വലിയ മഹാനാ. കൂടെ പോണ മോളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാ? സുബ്ഹാനല്ലാഹ്, അല്ലാഹു അലം. എഴുന്നള്ളത്തിന് വരണ ആനയെ കൊണ്ടുപോണ പോലെ. അല്ലാഹുവേ, ഹാജിയാരുടെ താടിയുടെ നീളവോ, ഹാജിയാരെ കാണുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് ബഹുമാനിക്കും. എടാ, സ്വന്തം പെണ്ണും പിള്ളയും മക്കളെ നടക്കണ കോലം കണ്ടിട്ടുണ്ടാ? ഈ കരിക്കണ താത്താമാര് കടയിൽ പോയിട്ട് ഫർദ വാങ്ങും, കടയിൽ പോയി ഫർദ വാങ്ങും. എന്നിട്ട് നേരെ കടയിൽ പോയി ഫർദ വാങ്ങുമ്പോൾ നല്ല ഇട്ട് നോക്കുണ്ടോ, കൊള്ളാം. എന്നിട്ട് നേരെ തയ്യക്കടക്കാരൻ്റെ കൈ കൊണ്ട് കൊടുത്തിട്ട് പറയും, ഇന്ന് ടൈറ്റാക്കി തരാൻ. കൊണ്ടുപോയിട്ട് പറയാ, ഇതൊന്ന് ടൈറ്റാക്കാൻ. എന്തേ? ടൗണിൽ ഇറങ്ങുമ്പോൾ എൻ്റെ ജിമ്മിന് പോണ താത്ത എൻ്റെ മസിൽ നാട്ടുകാർ മുഴുവനും കാണണം. അതുണ്ട്.
നാട്ടുകാർ മുഴുവനും കാണണം എൻ്റെ എല്ലാ മസിലും അവിടെ ഇവിടെ ചാടിക്കിടക്കണം, അതിനെല്ലാം ടൈറ്റാക്കണേ. ഹാജിയാരുടെ പുറകിൽ ഇങ്ങനെ വരിക, ഇങ്ങനെ ഇങ്ങോട്ട് വരിക. ആ ഹാജിയാർക്ക് സ്വന്തം പെണ്ണുമ്പിള്ളയെ നോക്കാൻ സമയമില്ല. എടാ പെണ്ണുമ്പിള്ളതോ തലേ തുണിയില്ല, സർവ്വതും കാണിച്ച് വെളിയിൽ നടക്കുന്നു. മക്കളതോ തലേ തുണിയില്ല, അങ്ങനെ നടക്കുക. അപ്പോഴാ പള്ളിയിലെ ഫാത്തിഹ, ഉസ്താദിന്റെ ഹത്തീബിന്റെ ഫാത്തിഹയുടെ തെറ്റ് കണ്ടുപിടിക്കാൻ നടക്കണം വാപ്പ. അപ്പോഴാ സ്വന്തം പെണ്ണുമ്പിള്ളയെ നേരെയാക്കാൻ വയ്യ, സ്വന്തം മക്കളെ. നീ വിചാരിച്ചു അള്ളാഹു നിന്നോട് പറഞ്ഞത് നീ ഒറ്റയ്ക്ക് സ്വർഗത്തിൽ പോടാന്നല്ല വാപ്പ, നീ ഒറ്റയ്ക്ക് അങ്ങ് പോകാനല്ല അല്ലാഹു പറഞ്ഞത്. എടാ സ്വന്തം കാര്യം നോക്കി നടക്കാനല്ല. നീ പോകുമ്പോ പെണ്ണുമ്പിള്ളയും മക്കളെയും കൂടെ കൊണ്ടുപോ ചങ്ങാതി സ്വർഗത്തിൽ പോകുമ്പോ. അതല്ലേ അല്ലാഹു പറഞ്ഞത്. നിങ്ങളുടെ സ്വന്തം പെണ്ണുമ്പിള്ള മക്കളെ നോക്കാൻ നടക്ക. ഏത് പൊട്ടനെ അറിയാത്തത്? വീട്ടിൽ കയറി ചെല്ലുമ്പോ സിനിമ കാണാവോ, സീരിയൽ കാണാവോ? അനുമതിയാണോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും തെളിയിക്കാൻ പറ്റുമോ? ഇല്ല. ഏത് വണ്ടി തന്നെ എടുക്കുക വേണമെങ്കിലും നിങ്ങൾ പൊക്കോ. ഈ സിനിമ കാണുന്നതും സീരിയൽ കാണുന്നതും ഒന്ന് ജായിസെങ്കിലാക്കാൻ പറ്റുമോ? പറ്റൂല. വീട്ടിൽ ഉണ്ട്, ടി വി ഉണ്ട്. ഉസ്താദ് ബർക്കത്തിന് അൽഹംദുലില്ലാ. ഞാൻ അസറിന് പള്ളി വന്ന ഹദ്ദാദ് ഓതിയിട്ട് ഖത്തീബിന്റെ കൈ പിടിച്ചിട്ട് സലാം പറഞ്ഞിട്ടാ പോണേ. ഓ അല്ലാഹു എത്ര നല്ല മനുഷ്യൻ. നേരെ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഇങ്ങനെ ഇരിപ്പുണ്ട് ആമീന ടി വിയുടെ ഫ്രണ്ടിൽ ചന്ദ്രമഴയും കണ്ടുകൊണ്ട് കൂടെ പോയിരിക്കുക. ഫോൻ അവളെ നന്നാക്കാൻ വയ്യ. സ്വന്തം പെണ്ണുമ്പോൾ അവിടെ ഇരിപ്പുണ്ട്, മക്കൾ അവിടെ ഇരിപ്പുണ്ട്, ഇങ്ങനെ ഇരുന്ന് കണ്ടോണ്ടിരിക്കുക. അവിടെ ചെന്ന പൂച്ചക്കുട്ടി സുബ്ഹാനല്ലാഹ് അല്ലാഹ് മിണ്ടാതെ പോയി കിടക്ക. അല്ല നിങ്ങളെ വെറുതെ വിടുവോ ചങ്ങാതി? റബ്ബ് നിന്നെ വെറുതെ വിടത്തില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉള്ളത് പറയുമ്പോൾ പിടിക്കൂല. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ഇതിന്റെ സത്യം, ഇതാണ് ഇതിന്റെ സത്യം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വല്ലാതെ സൂക്ഷ്മത. മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു, അല്ല നിന്നോട് ചോദിക്കും. അല്ലാഹുവേ പടച്ചവൻ, ഇന്നത്തെ പെൺകുട്ടികൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി ഏത് പെണ്ണിനാ അറിയാത്ത? ഏത് പെണ്ണിനാ? എടാ ഒരു അന്യ പെണ്ണ് അന്യ പുരുഷനോട് സലാം പറയാൻ പാടുണ്ടോ? പാടില്ല. ഒരു അന്യ പെണ്ണ് സലാം പറയാൻ പാടില്ല. എടാ മയ്യത്ത് കാണാൻ പറ്റുമോ? ബാക്കി എല്ലാം പോട്ടെ. ഒരു അന്യ പെണ്ണ് മരിച്ചാൽ ഒരാണിന് കാണാൻ പറ്റുമോ? ഒരു അന്യ പെണ്ണിൻ്റെ മയ്യത്ത് അന്യപുരുഷൻ കാണരുത്, അന്യപുരുഷൻ്റെ മയ്യത്ത് അന്യ പെണ്ണ് കാണാൻ പാടില്ല. ഇന്ന് മരിച്ച വീട്ടിൽ പോയി നോക്കിക്കേ, മരിച്ച വീട്ടിൽ പോയി നോക്കടാ. പെണ്ണുമ്പിള്ളാരുടെ തൻ്റെ ഭാര്യയെ കുളിപ്പിച്ച് കിടത്തിയിരിക്കുക, ഭർത്താവ് ഇങ്ങനെ തലഭാഗത്ത് നിൽക്കും, ഇങ്ങനെ നിൽക്കുക. ആൾക്കാർ വരുമ്പോൾ പൊക്കി കാണിക്കുക, കണ്ടോടാ എൻ്റെ പെണ്ണുമ്പിള്ളയെ കണ്ടോ, എൻ്റെ പെണ്ണുമ്പിള്ളയെ കണ്ടോ, ഇങ്ങനെ പൊക്കി കാണിക്കുക. കുളിപ്പിച്ച് കൊണ്ടുവന്ന് കിടത്തിരിക്കുക. പൊതിയാൻ പോവാ, ഇനി ആർക്കെങ്കിലും കാണണോ? ഇനി എൻ്റെ പെണ്ണുമ്പിള്ളയെ കൊണ്ട് കുഴിച്ചിടാൻ പോകും, ആർക്കെങ്കിലും കാണണോ? ബാ വീണ്ടും പൊക്കി കാണിക്കും. പള്ളി കൊണ്ടുവന്ന് നിസ്കാരം, ഇവിടെ ഉണ്ടോയെന്നറിയില്ല, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട്. പള്ളി കൊണ്ടുവന്ന് നിസ്കാരം കഴിഞ്ഞ് കബറിൽ ഇറക്കി വെച്ചിട്ട് ചോദിക്കും, ഇനി ആർക്കെങ്കിലും കാണണമെന്ന്. കുഴിച്ചിടാൻ പോവാടാ, ആലോചിച്ച് വെക്കടാ. സ്വന്തം പെണ്ണുമ്പിള്ളയെ മറ്റുള്ളവന് കാണിച്ചു കൊടുക്കുന്നവൻ. നിങ്ങൾ ആലോചിക്കുക എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഒരു പെണ്ണ് വയലിൻ്റെ സദസ്സിൽ വന്നിരിക്കുന്നുണ്ട്. താത്ത ഇപ്പോഴും തല തുറന്നിട്ടിരിക്കുക. താത്തായ്ക്ക് അറിയാം താത്താടെ മൊബൈലിൽ വയല്, നരകം, കബറ്, പരലോകം, മത്സര. അല്ലോ പടച്ചോൻ എന്താ വയലെന്നറിയോ? താത്താടെ മുടി ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട് ഇപ്പോഴും. ഒരു പെണ്ണിൻ്റെ ഒരു തലമുടി താഴെ കിടന്നാ ഉള്ള ശിക്ഷ എന്താണെന്ന് ആലോചിക്കേ. ഏത് താത്തായ്ക്ക് ഇത് അറിയാത്തത്? എല്ലാവർക്കും അറിയാം ഇതൊക്കെ പാപമാ. ഒരു രോമം. എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, നിങ്ങൾ ആലോചിക്കണം. ഇന്നത്തെ പെണ്ണുങ്ങളൊക്കെ, പണ്ടത്തെ പെണ്ണുങ്ങൾ ഉസ്താദന്മാരെ കണ്ടാൽ തലേ തുണിയിടും, എന്നിട്ട് വീടിൻ്റെ അകത്ത് പോയി ഒളിച്ചിരിക്കും, ജനലിൽ കൂടെ ഒക്കെ പതുങ്ങി നോക്കും. അതാ ഉസ്താദ് വീട്ടിൽ വരണ്ട, റോഡേ പോയാൽ മതി. ഉസ്താദന്മാർ വീടിൻ്റെ പരിസരത്ത് കൂടെ പോയാൽ തലേ തുണിയിട്ട് പതുങ്ങും. ഇന്നെങ്ങാണ ഉസ്താദ് വന്ന തലേ കിടക്കണ തുണി എടുത്ത് താഴെ ഇട്ടിട്ട് നെഞ്ചും മരിച്ച് ഉസ്താദിൻ്റെ മുന്നിൽ വന്ന് നിൽക്കും ഇന്നത്തെ പെണ്ണുങ്ങൾ. ആലോചിക്ക് കാലെവിടെത്തിയെന്ന്. എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ഒരു സാലിഹത്തായ പെണ്ണ് കരഞ്ഞുകൊണ്ട് കടന്നു വരികയാ. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ചാരത്ത് വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ നബിയേ, എനിക്ക് വേണ്ടിയൊന്ന് ദുആ ചെയ്യണേ നബിയേ. എനിക്ക് അപസ്മാരത്തിൻ്റെ രോഗമാണ്. എൻ്റെ രോഗം മാറാനൊന്ന് ദുആ ചെയ്യണേ. വല്ലാത്ത വേദനയാണ് നബിയേ, വല്ലാത്ത പ്രയാസമാണ് നബിയേ. മുത്തുനബിയുടെ ചാരത്ത് വന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു, പെണ്ണേ, ഞാൻ ദുആ ചെയ്താ നിന്റെ രോഗം മാറും, പക്ഷേ നീ ക്ഷമിക്കാൻ തയ്യാറാണെങ്കിൽ അല്ലാഹു നിനക്ക് സ്വർഗം തരും പെണ്ണ്. മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ആ പെണ്ണ് പറയുകയാ, എനിക്ക് വേണ്ടി ദുആ ചെയ്യണ്ട, എനിക്ക് സ്വർഗം മതി നബിയേ, ഏത് വേദനയും സഹിക്കാൻ തയ്യാറാണ്. അവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് മുത്തുനബിയുടെ ചാരത്ത് നിന്ന് മടങ്ങി പോവുകയാണ്. കുറച്ച് കഴിയുമ്പോ ഇലാ ഹളറത്തി റസൂലില്ലാഹ്
മുത്തുനബിയുടെ ചാരത്തേക്ക് പിന്നെയും ഓടി വരികയാ. യാ റസൂലല്ലാഹ്, എനിക്ക് ദുആ ചെയ്യണേ നബിയേ, എനിക്ക് ദുആ ചെയ്യണേ നബിയേ. രോഗം മാറാനല്ല, രോഗം മാറാനല്ല നബിയേ. ഈ അപസ്മാരമെന്ന് പറയുന്ന രോഗം എപ്പോൾ എവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ല. ഈ രോഗം വന്ന് ഞാനങ്ങ് ബോധം കെട്ട് പിടഞ്ഞു വീഴുമ്പോ എന്റെ ഔറത്ത് വെളിവാകുന്നു നബിയേ. ആ പെണ്ണ് പറയാ, അപസ്മാരം എന്ന് പറയുന്ന വായിലൂടെ പതയൊക്കെ വരും, കൈകാലുകളിട്ട് ഇങ്ങനെ അടിക്കും. അപ്പോഴാ ഈ ഇരുമ്പൊക്കെ എടുത്ത് കൈവച്ചു കൊടുക്കുക. ഈ രോഗം ഞാൻ ആണുങ്ങളുടെ ഇടയിലൊക്കെ വെച്ച് എവിടെ വെച്ചാ വരണമെന്നറിയില്ല. ഈ രോഗം വന്നിട്ട് ഞാൻ താഴെ വീഴുമ്പോ ഞാൻ അങ്ങനെ കിടന്ന് പിടയുന്ന സമയത്ത് എൻ്റെ ഔറത്ത് വെളിവാകുന്ന നബിയെ. എനിക്കാണെങ്കിൽ തിരിച്ചു പിടിച്ചിടാൻ കഴിയുന്നില്ല. അന്യ പുരുഷന്മാർ എൻ്റെ ഔറത്ത് കാണുന്നു, അതെനിക്കിഷ്ടമല്ല നബിയെ. അതുകൊണ്ട് ആ രോഗം വന്ന് വീടുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ സംരക്ഷണം എൻ്റെ ഔറത്ത് തുറക്കാതെ ഇരിക്കാൻ ഒന്ന് ദുആ ചെയ്യണേ നബിയെ. മുത്തുനബിയുടെ ചാരത്ത് വന്നിട്ട് ഒരു സാലിഹത്തായ പെണ്ണ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്ന് ചരിത്രം പറയുന്നു.